ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനെയാണ്. അങ്ങനെ ജലജ ചോദിക്കുക, ആ മോനെ, എടാ നിനക്ക് കുറച്ച് കാശ് കിട്ടിയിട്ട് വേണം എനിക്ക് വെട്ടിത്തിളങ്ങുന്ന കുറച്ച് കാശ് അല്ല സാരി മേടിക്കാന്. അല്ല ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ആ ഒരു പെൺകുട്ടിയില്ല, ആ പെൺകുട്ടിയോട് സംസാരിക്കണമെന്നേ അമ്മായി പറഞ്ഞു. പിന്നെ ഞാൻ ആ പെൺകുട്ടീനെ വിളിച്ചു കൊടുക്കുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. അയ്യോ, എന്നിട്ട് നിന്റെ അമ്മായിക്ക് സംശയമൊന്നുമില്ലല്ലോ? ഹേയ്, ഒരു സംശയമില്ല. സംശയത്തിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി കൊടുക്കുവോ? അമ്മായി ഹാപ്പിയാ. ചൂടാറുന്നതിന് മുമ്പേ നാളെ തന്നെ നീ നിന്റെ അമ്മായിയെ വിളിച്ചോണ്ട് പോയിട്ട് ചെക്ക് മേടിച്ചെടുക്കാൻ നോക്കണം. എങ്ങനെയെങ്കിലും പൈസ കൈക്കലാക്കാൻ നോക്കണം. ചെവി അറിയാതെ ഞാനത് ചെയ്തോളാം അമ്മ. അമ്മ സമാധാനമായിട്ടിരിക്കുക. ഈ വിവരം ആരോടും പറയരുതെന്ന് എന്നോട് അമ്മായി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് നല്ലതാ മോനെ. ആരും അറിയാതെ അന്യായ ഒരു പെൺകുട്ടിയെ ഇടത്തെ അങ്ങ് സ്നേഹിക്കട്ടെ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സഹായങ്ങളൊക്കെ അങ്ങ് ചെയ്യട്ടെ. ആ സഹായത്തിന്റെ കാൽഭാഗം അവക്ക് കൊടുത്തിട്ട് മുക്കാലും നമുക്കിങ്ങോട്ട് മേടിക്കാലോ. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കണം. നമ്മുടെ സമയം മാറുമ്പോഴേ നമ്മൾ പോലും അറിയാതെ ദൈവം നമുക്ക് പണം കൊണ്ടു തരും. അങ്ങനെ മഹാലക്ഷ്മി വരുമ്പം അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. അല്ലാതെ തട്ടി നീക്കി എറിയാൻ പാടില്ല. ഇപ്പൊ തന്നെ അവക്ക് 10 ലക്ഷം കൊടുക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അമ്മയൊന്നും മിണ്ടാതിരിക്കമ്മേ. നാളെ അമ്മായി അവിടെ ചെല്ലുമ്പോഴേ അവളുടെ നാവെങ്ങാനും പിഴച്ചു പോയാൽ 10 ലക്ഷവും ഇല്ല, 10 രൂപയില്ല. കിട്ടുന്ന എത്രയാണെങ്കിലും നമുക്ക് നല്ലതല്ലേ? അതും ശരിയാ. എന്നാലും മേലനങ്ങാതെ 10 ലക്ഷം അവള് മേടിച്ചെടുക്കുകയല്ലേ. അപ്പൊ നമ്മള് മേലനങ്ങുന്നുണ്ടോ? നമ്മള് മേല് അനങ്ങിയിട്ടാണോ 40 ലക്ഷം മേടിച്ചെടുക്കുന്നത്? അല്ല എങ്കിലും ഒന്നും പറയണ്ട. അവളാ നന്നായിട്ട് ആക്ട് ചെയ്യേണ്ടത്. നമ്മൾ പിന്നിൽ നിൽക്കുന്നതല്ലേ ഉള്ളൂ. ഇത് പിടിക്കപ്പെടാതെ നോക്കണം കേട്ടോ മോനെ. പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവളുടെയും നമ്മുടെയും കാര്യം പോക്കാന്ന് കൂട്ടിക്കൊണ്ടാ മതി. അമ്മ ഈ കാര്യം ആരോടും പറയാത്തിടത്തോളം കാലം പിടിക്കപ്പെടാൻ പോകുന്നില്ല. പിന്നെ അവളാണെങ്കിൽ കല്യാണം കഴിക്കാത്തൊരു പെണ്ണല്ലേ. അതുകൊണ്ട് ആഡംബരമായിട്ട് കല്യാണം നടത്താനുള്ളതൊക്കെ അവള് ഈ ഇടപാടിൽ നിന്ന് സംഘടിപ്പിക്കാൻ പോവാ. അമ്മ പറഞ്ഞതുപോലെ അതിന്റെ മുക്കാലും നമ്മൾ മേടിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ എന്തിനാ അതിങ്ങ് വിട്ടുകളാ, പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ. ഈ അഭിയല്ലേ ഇറങ്ങുന്നത്. നീ ഇറങ്ങുന്നത് കൊണ്ടാണ് എനിക്ക് പേടി. അമ്മേ, വെറുതെ കളിക്കാതെ. ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ്. ഏതായാലും ഇതിനു ശേഷം കാണിക്കുന്നത് നമ്മുടെ അഭിനെ തന്നെയാണ് കേട്ടോ. അപ്പൊ അഭി ഇങ്ങനെ ഇറങ്ങി വരികയാണ് വണ്ടി ഓടിച്ചോണ്ട്. അപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം തല്ലിയ പോലീസ് ഉണ്ടല്ലോ, അവിടെ ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുന്നത് കണ്ടപ്പം അവൻ എന്നെ കണ്ട പ്രശ്നമാകും, അവൻ എന്നെ കണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത്, അവിടെ നിൽക്കുന്ന പോലീസുകാർ മൈൻഡ് ചെയ്യാതെ വണ്ടി നിർത്താതെ സ്പീഡിൽ അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും പതുക്കെ നോക്കിയപ്പോഴത്തേക്കും അഭി അവന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. കുറച്ചു ദിവസം അവൻ അങ്ങനെ തന്നെ നടക്കട്ടെ, റാസ്കൽ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും പോലീസുകാരന്മാർക്ക് പിടികൊടുത്തില്ല, അവന്മാർ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങ് പോയിട്ടുണ്ട്. അയാളുടെ കൈക്കും ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് കേട്ടോ. അപ്പം ദേവയാനി ഇങ്ങനെ എന്തോ പകൽ സ്വപ്നമൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് മുഖത്ത്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ നയന ചെല്ലാണ് കേട്ടോ. അപ്പൊ നയന ചെന്ന് കഴിയുമ്പോഴത്തേക്കും മുഖത്തിന്റെ ആ ഒരു പുഞ്ചിരിയൊക്കെ മാറി. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, കരള് തന്ന പെൺകുട്ടീനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആയിരിക്കും വന്നത്. ചേട്ടൻ പറഞ്ഞു വിട്ടതായിരിക്കും. ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി ചോദിച്ചു, എന്താ നീ ഇപ്പൊ വന്നത്? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഒന്നുമില്ലമ്മേ. അല്ല പിന്നെന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? പരമാവധി എനിക്ക് മുഖം തരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നീ എന്തിനാ ഈ സമയത്ത് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നതാ. അത് പിന്നെ വേറൊന്നും അല്ല അമ്മേ. അമ്മയെ സഹായിച്ച ആ പെൺകുട്ടി അമ്മ കണ്ടെത്തിന്ന് പറയുന്ന കേട്ടു. അതെ, ഞാൻ കണ്ടെത്തി. അത് ശരിയാ. അതിനിപ്പോ എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നല്ല പെൺകുട്ടി ആരാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അയ്യോ, അത് ചിലപ്പോ അമ്മയെ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചാണെങ്കിലോ? എന്നെ ആര് പറഞ്ഞു പറ്റിക്കാനാ? ഇത്ര ദിവസം എന്നെ എല്ലാവരും പറഞ്ഞു പറ്റിക്കല്ലായിരുന്നു. ഇനി അങ്ങനെ ആരും എന്നെ പറഞ്ഞു പറ്റിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് പറയേണ്ടവര് പറയില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെ അന്വേഷിച്ച് ഞാൻ കണ്ടുപിടിച്ചത്. അങ്ങനെ വരുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആരോടും ഒന്നും പറയാതെയാ ഞാൻ സൈലന്റ് ആയിട്ട് അന്വേഷണം നടത്തിയത്. നിങ്ങൾക്കാർക്കും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ നടത്തി കണ്ടുപിടിക്കുകയും ചെയ്തു. അയ്യോ അമ്മ വെറുതെ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടല്ലേ? ഇല്ല, ഞാൻ ചാടത്തില്ല. അല്ല എങ്കിൽ നീ പറ, ആരാ എന്നെ സഹായിച്ചത്? നിനക്കറിയാമോ? നിനക്കറിയാമെങ്കിൽ നീ പറ. അപ്പൊ പിന്നെ ഞാൻ അബദ്ധത്തിൽ പോയി ചാടാൻ പോകുന്നില്ലല്ലോ.
എന്നിട്ട് മനസ്സിലിങ്ങനെ നമ്മുടെ ദേവയാനി പറമോളെ നീയെ സഹായിച്ചതെന്ന് പറമോളെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി വീണ്ടും ഉറക്കെ ചോദിച്ചു, നിനക്കറിയെങ്കിൽ ആ പെൺകുട്ടിയുടെ പേര് പറ. അത് പിന്നെ എനിക്ക് വ്യക്തമായിട്ട് ആ പെൺകുട്ടീനെ അറിയില്ല. നിനക്കറിയാവുന്ന പോലെ ആ പെൺകുട്ടീനെ വേറെ ആർക്കും അറിയില്ലല്ലോ മോളെ എന്ന് വീണ്ടും മനസ്സിൽ വിചാരിച്ചിട്ട്, അല്ല പിന്നെ ആരാ മോളെ, അല്ല ആദർശും അവന്റെ അച്ഛനും ആണോ? എന്നാ പിന്നെ അവർക്കറിയാമെങ്കിൽ അവര് പറഞ്ഞാലും മതി. ഇതിപ്പോ ആരും പറയുന്നില്ലല്ലോ, അതല്ലേ കഷ്ടം. അമ്മേ, ഒരുപാട് മുതലെടുപ്പുകൾ നടക്കുന്ന കാലം ഇത്. ബാങ്കിൽ കിടക്കുന്ന പൈസ പോലും സുരക്ഷിതമല്ല. ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ, അല്ല അതുകൊണ്ട് അതുപോലെ ആരെങ്കിലും പൈസ തട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. നിന്നെ പോലൊരു പെണ്ണല്ല എന്നെ സഹായിച്ച ആ പെൺകുട്ടി. നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയാ. അവക്ക് കൊടുക്കാൻ ഞാൻ 50 ലക്ഷത്തിന്റെ ചെക്ക് ആദർശിന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാ. എന്നിട്ടോ ആ കുട്ടി മേടിച്ചോ? ഇതുവരെ ആ കുട്ടി ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. നീ വല്ലതും ആണെങ്കിലുണ്ടല്ലോ, അതെപ്പോഴേ മാറിയെടുത്തേനെ. ആ പെൺകുട്ടിക്ക് അത്യാഗ്രഹം ഒന്നുമില്ല, അതുകൊണ്ട് ആ പെൺകുട്ടി മാറിയെടുത്തില്ല. അത് പിന്നെ ആ പെൺകുട്ടി അതിന്റെ ഹസ്ബൻഡും ഈ നാട്ടിലില്ലെന്നല്ലേ അമ്മ ആദർശേട്ടൻ പറഞ്ഞത്? അവര് നാട്ടിലൊക്കെ ഉണ്ട്, അവര് ഇവിടെ ഇല്ലെന്ന് ആദർശ് പറഞ്ഞതേ. പച്ച കള്ളമാ. അമ്മേനെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അമ്മേ? അല്ല നീ ഇനി എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടോ? അല്ല ഒന്നുമില്ല അമ്മേ, ഞാൻ എന്ത് പറയാനാ. എന്നാ പിന്നെ പോകാൻ നോക്ക്. എനിക്ക് നിന്നെ ഒരുപാട് നേരം കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിന്നെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ട് വീണ്ടും എഴുന്നള്ളി ഇങ്ങോട്ട് വെക്കി വന്നേക്കുക, ഒന്ന് പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയം നമ്മുടെ എന്താ പറയാ, വല്ലാത്തൊരു വിഷമത്തോടു കൂടി തന്നെ നമ്മുടെ നയനി അങ്ങ് പോവുക. അപ്പോഴത്തേക്കാണ് ദേവയാനി, നിന്നെ സ്നേഹിക്കുന്ന പോലെ ഈ സമയത്ത് ഞാൻ വേറെ ആരെ സ്നേഹിക്കാനാ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ എന്നിങ്ങനെ മനസ്സിൽ ചുമ്മാ വിചാരിക്കാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശീനെയാണ് കേട്ടോ. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ അവിടെ റൂമിനകത്ത് നിന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നയന അങ്ങോട്ടേക്ക് ചെല്ലുക. എന്നിട്ട് നയന ചോദിച്ചു, മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അമ്മ? അല്ല എന്തു പറഞ്ഞോന്ന്? അല്ല കരള് ദാനം ചെയ്ത പെൺകുട്ടീനെ കണ്ടുപിടിച്ചോന്നോ അങ്ങനെ മറ്റും പറഞ്ഞോ? ഹേയ്, എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അയ്യോ മോളെ, ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന കാലമായത്. നിത്യേന എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ബാങ്കിൽ പോലും മോള് പറഞ്ഞ പോലെ പൈസ ഇടാൻ പറ്റാത്ത അവസ്ഥയാ. എങ്കിൽ പിന്നെ ഇവിടെയും അതുപോലെ എന്തോ സംഭവിച്ചിട്ടുണ്ട് മുത്തശ്ശി. എന്തോ, എന്നാലും ആരാ ഇത് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, ഒരു എത്തുപിടി അങ്ങ് കിട്ടുന്നില്ലല്ലോ. ഇനി ഏതെങ്കിലും പെൺകുട്ടീനെ കൊണ്ടുവന്ന് അമ്മേനെ കബളിപ്പിക്കുമെന്ന് എനിക്ക് പേടിയാ. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി അവിടെ ഇരുന്നു വിട്ടോ, തളർന്നു പോയി മുത്തശ്ശി. എന്നിട്ട് പറഞ്ഞു, ഒന്നും അറിയില്ല, ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ടല്ലോ കള്ളം പറഞ്ഞ് ശീലിച്ചവര്, അവരെയാ സൂക്ഷിക്കേണ്ടത്. മിക്കവാറും അവരിൽ ആരെങ്കിലും ആയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, യഥാർത്ഥ സംഭവം നമ്മൾ അമ്മയിൽ നിന്ന് മറച്ചു വെച്ചല്ലോ, അതുകൊണ്ട് അമ്മ നമ്മളോട് സത്യം പറയുന്നില്ല. ഇടയ്ക്ക് അവള് അതിന്റെ അന്വേഷണമൊക്കെ നിർത്തിവെച്ചതല്ലേ മോളെ? അതെ, നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണെന്നാ തോന്നേ. ഇപ്പം എന്തോ അന്വേഷണം വീണ്ടും ആരംഭിച്ചു കാണും, അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അല്ല എന്നിട്ടും അവളെ സഹായിച്ച മോളെ അല്ലല്ലോ അവള് കണ്ടെത്തിയത്, വേറെ ആരാണ്ടല്ലേ കണ്ടെത്തിയത്. അമ്മ ഇതിന്റെ പേരിൽ ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ വിളിക്കുകയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിലുള്ള പലർക്കും ഇതിനെപ്പറ്റി അറിയാം. അവരാരെങ്കിലും ഇനിയിപ്പം ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ ചൂണ്ടിക്കാണിച്ച് കാണുമോ? അങ്ങനെ ചൂണ്ടിക്കാണിച്ചെങ്കിൽ അമ്മ അത് വിശ്വസിക്കുകയും ചെയ്യൂലോ. അങ്ങനെയെങ്കിൽ 50 ലക്ഷം രൂപ അവർ തട്ടിയെടുക്കുന്ന കാര്യം 100% ഉറപ്പല്ലേ? ദേവയാനി അത് കൊടുക്കുകയും ചെയ്യും. കണ്ണടച്ച് അവള് കൊടുക്കും. 50 ലക്ഷം മാത്രമല്ല, ഇനി അങ്ങോട്ട് ഈ പെൺകുട്ടി എന്ത് ചോദിച്ചാലും അവള് സഹായം ചെയ്തു കൊടുക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അതെ അമ്മയ്ക്ക് അങ്ങനെ ചതി പറ്റാൻ പാടില്ല. അങ്ങനെ ചതി പറ്റാതിരിക്കണമെങ്കിലേ അവള് കണ്ടെത്തിയ പെൺകുട്ടി ആരാണെന്ന് അറിയണം. അതുപോലെ മോള് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തയ്യാറാകണം. അല്ല ഇനിയിപ്പോ മോളാണെന്ന് മോളുടെ അമ്മായിയമ്മ തിരിച്ചറിഞ്ഞു കാണുമോ? അല്ല എങ്കിലത് എന്നോട് പറഞ്ഞൂടെ? അത് ശരിയാണല്ലോ, മോളോടത് പറഞ്ഞില്ലല്ലേ? ഇത് കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട് മുത്തശ്ശി. ഈ പറയുന്ന പെൺകുട്ടിക്ക് ചെക്കെങ്ങാനും കൊടുത്തിട്ട് അത് പാസ്സായി പോകുവാണെങ്കിലേ ഈ പെൺകുട്ടിയുടെ പേരും അഡ്രസ്സൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂലോ. അങ്ങനെയാണെങ്കിൽ ആൾമാറാട്ടത്തിന് നമുക്ക് കേസ് കൊടുക്കാം, പൈസ നമുക്ക് തിരികെ മേടിക്കുകയും ചെയ്യാം. പൈസ നമുക്ക് തിരിച്ചു പിടിക്കാമല്ലോ, അപ്പൊ അതുകൊണ്ട് പിന്നെ പേടിക്കണ്ടല്ലോ. അങ്ങനെ എന്റെ അമ്മയെ മണ്ടിയാക്കിയിട്ടെ ആരും അങ്ങനെ വലിയ ആളാകാൻ ശ്രമിക്കണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് നമ്മുടെ നയനി അങ്ങ് പോവുകയാണ് കേട്ടോ. മുത്തശ്ശിക്കൊക്കെയാണെ ആകെ പേടിച്ചിട്ട് വിറച്ചിട്ട് ഇരിക്കുകയാണ്, കാരണം ആരാണ് തട്ടിപ്പ് നടത്തുന്നതെന്നൊന്നും അറിയില്ലല്ലോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അഭിനയ. അങ്ങനെ ഏതോ ഒരു പുതിയൊരു സ്ത്രീയാണ് കേട്ടോ. ആ സ്ത്രീയുടെ മുമ്പിൽ ചെന്നിരിക്കുകയാണ്. അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട്, എന്റെ പൊന്നു കൊച്ചെ, നീ ഒരുപാട് തവണ എന്റെ മോളെ പറഞ്ഞ് പറ്റിച്ചു, ഇപ്പൊ എന്തേ വീണ്ടും പറ്റിക്കാൻ പോവാ. എന്റെ കുഞ്ഞിനെ വെറുതെ ഏടാകൂടത്തിൽ കൊണ്ട് ചാടിക്കരുത്. അയ്യോ
ദേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവള് പണ്ട് സ്നേഹിച്ച പെൺകുട്ടിയാ, അതുകൊണ്ടാ ഞാൻ അവളോട് ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ പറഞ്ഞത്. നീ കൂടുതലൊന്നും പറയണ്ട, അതിന്റെ 4 ഇരട്ടി പൈസ അല്ലേ നിനക്ക് കിട്ടാൻ പോകുന്നതെന്ന് ആ പെൺകുട്ടി പറയാം. അപ്പൊ ആ പെൺകുട്ടി വേറെ ആരുമല്ല, നമ്മുടെ അഭി കണ്ടെത്തിയില്ലോ ആൾമാറാട്ടത്തിന്, ആ പെൺകുട്ടിയുടെ അമ്മയും ആ പെൺകുട്ടിയും ആണ് കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ വീണ്ടും പറഞ്ഞു, എന്റെ മോളുടെ ജീവനും ജീവിതവും ഒക്കെ എനിക്ക് പേടിയാ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മകള് സേഫ് തന്നെയാ, ഇനിയിപ്പോ ഒരു തർക്കത്തിൽ ഞാനില്ല. ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ പരിക്ക് പറ്റുന്നത് വേറെ ആർക്കുമല്ല, എനിക്ക് തന്നെയാ. അതുകൊണ്ട് പേടിക്കാതിരിക്കുക. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ആൾക്ക് കുറച്ച് നഷ്ടം ഉണ്ടാകും. ആ നഷ്ടം തൊഴിലാളികൾ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെയാ ഇവിടെയും. ലാഭത്തിന്റെ കാര്യവും നഷ്ടത്തിന്റെ കാര്യവും ഒക്കെ അതുപോലെ തന്നെയാ. നഷ്ടം മുതലാളി സഹിക്കണം, ലാഭം വീതിച്ചു നൽകണം എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ നീയേ ഇന്ന് എന്നെ വിളിച്ചിട്ട് അമ്മായിക്ക് ഫോൺ കൈമാറിയില്ലേ? സത്യം പറഞ്ഞ് ഞാൻ വിറച്ചു പോയടാ. അല്ല, ആ സമയത്ത് നീ ശരണ്യെന്ന് പറഞ്ഞില്ല, അതാ കുളമായത്. എങ്കിലും ഞാനത് ഒരുമാതിരി സോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും അമ്മായി വരുമ്പോ എഴുന്നള്ളിക്കരുത്. അല്ല, കരള് ദാനം ചെയ്ത പെൺകുട്ടി ആരാണെന്ന് കൊച്ചിന്റെ വീട്ടിൽ ചിലർക്കൊക്കെ അറിയാലോ, അതുപോലെ ആശുപത്രിയിലുള്ളവർക്കും അറിയാലോ. അതൊക്കെ വലിയ തലവേദനയാവില്ലേ എന്നാ അമ്മ ഇങ്ങനെ ചോദിക്കും. അപ്പൊ അഭി പറഞ്ഞു, ഇല്ല, അമ്മായി ഒരു വാക്ക് തന്നിട്ടുണ്ട്, ഇത് ആരോടും പറയില്ല എന്ന്. നാളെ പറഞ്ഞത് നിന്റെ അമ്മായി തരുവല്ലേ അല്ലേ? എന്താ സംശയം? തരൂടി, ഉറപ്പായിട്ടും തന്നിരിക്കും. അമ്മായിയുടെ അക്കൗണ്ടിലെ കോടികളാ ഉള്ളത്. 50 ലക്ഷമൊക്കെ അമ്മായിക്ക് വെറും നിസ്സാര, നമുക്കൊക്കെ വെറും 50 രൂപ പോലെയാ. അല്ല, എങ്കിൽ പിന്നെ 50 ലക്ഷത്തിന് പകരം 1 കോടി രൂപ ചോദിക്കത്തില്ലായിരുന്നു മോനെ എന്ന് ആ പെണ്ണിന്റെ അമ്മ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അഭി പറഞ്ഞു, ആ 50 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെണ്ണിന് അതൊന്നും വേണ്ടതാ പറഞ്ഞത്. അതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പം എത്ര രൂപ പെങ്കൊച്ചിന് കൊടുത്തേനെ. ഏതായാലും ആ പ്രസന്റ് ചെയ്ത ഒരു ചെക്ക് ഉണ്ടല്ലോ, അതായത് നേരത്തെ എന്റെ അമ്മായി ആദർശേട്ടന്റെ കൈ കൊടുത്തു വിട്ടെന്ന് പറയുന്ന ആ ചെക്കിനെ കുറിച്ച് ചിലപ്പോ അന്വേഷണം വന്നാലേ അത് നീ കളഞ്ഞെന്ന് പറഞ്ഞാ മതി, അത് വിശ്വസിച്ചോളും. എന്റെ അമ്മായി എന്താ സംസാരിക്കേണ്ടതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് നീ അങ്ങ് ചെയ്താൽ മതി. പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ ഞാനെന്നാ പോയിട്ട് വരാം. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുക, പിന്നെ പേടി പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ അഭി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ അമ്മ പറഞ്ഞു, മോളെ കണ്ണടച്ച് വിശ്വസിക്കരുത് കേട്ടോ അവനുണ്ടല്ലോ ആരാ ഇനെന്നറിയാലോ. അതെങ്ങനെ മുങ്ങാൻ പറ്റും അമ്മേ? അവന് ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ? എന്റെ പേരിലല്ലേ ചെക്ക് തരുന്നത്, ഞാനല്ലേ അത് മാറുന്നത്. എനിക്ക് വേണമെങ്കിൽ മുങ്ങാം, പക്ഷെ അവനത് പറ്റില്ലല്ലോ. അതും ശരിയാണല്ലോ മോളെ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഒരു പാവപ്പെട്ട സ്ത്രീയും ഒരു പാവപ്പെട്ട മോളും ആണ് കേട്ടോ. അവരെ മിക്കവാറും പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അതുമല്ല, അവര് മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ കയറാനും ചാൻസ് ഉണ്ട്. നമ്മുടെ അഭിയുടെ പ്ലാനുകളാണല്ലോ, എല്ലാ പ്ലാനുകളും പൊളിയാണല്ലോ ചെയ്യുന്നത്. വീണ്ടും കാണിക്കുന്നത് നമ്മുടെ അഭിനെയാണ്. അഭിയും കൂട്ടുകാരും കൂടെ മദ്യപിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അഭി പറയുക, കുറെ മാസങ്ങളായിട്ടാ കുറച്ച് പൈസ കൈവരാൻ പോകുന്നത്. എന്താണ് നീ പറയുന്നത്? നീ മൂർത്തീസ് ജ്വല്ലറിയുടെ കൊച്ചുമോനല്ലേ? മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു ആളല്ലേ? പിന്നെ എന്തിനാടാ നീ പേടിക്കണത്? നിനക്ക് ഇഷ്ടമാതിരി പൈസ കയ്യിലെടുക്കത്തില്ലേ? ഒന്നും അറിയാതെ നീ പറയല്ലേ, നിനക്ക് എല്ലാം അറിയാന്ന് എനിക്കറിയാം. എന്നിട്ട് നീ എന്നെ കളിയാക്കുമല്ലേടാ? എടാ, കളിയാക്കിയതല്ലടാ, ഞാൻ പറഞ്ഞതാടാ. പിന്നെ പൈസ വേണമെങ്കിലുണ്ടല്ലോടാ, അവൻ കനിയണം. എന്റെ ഏട്ടൻ പൊന്നിന്റെ മേലെ അവന്റെ ഒപ്പിന്. ട്രസ്റ്റിന്റെ രക്ഷാധികാരി ഇപ്പോഴും ക്യാൻസർ വന്ന് ദിവസങ്ങൾ എണ്ണി കഴിയുന്ന അനന്തമൂർത്തിയാ. എന്ന് വെച്ചാലേ അയാളെ മുകളിലേക്ക് എടുത്താലും എനിക്ക് രക്ഷയില്ല, ഒരു രക്ഷയുമില്ല. ഇപ്പൊ എല്ലാം ആദർശിന്റെ കൺട്രോളിലാ പോകുന്നത്. അതുകൊണ്ടാ അവന്റെ അമ്മേനെ ഞാൻ പറഞ്ഞ് പറ്റിക്കുന്നത്. എടാ, ആ ഹോട്ടലിൽ നമുക്ക് മേടിക്കണം കേട്ടോടാ, നമുക്ക് എല്ലാവർക്കും കൂടെ അത് സൂപ്പറായിട്ട് അങ്ങ് നടത്താടാ. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുവാടാ. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഡെയിലി എനിക്കൊരു എമൗണ്ട് തരണം. ലാഭം എത്ര ഉണ്ടായാലും നീ പങ്കിട്ടെടുത്തോ, നീയും നിന്റെ കൂട്ടുകാരനൊക്കെ പങ്കിട്ടെടുത്തോ എന്നിങ്ങനെ അഭി പറയാണ് കൂട്ടുകാരോട്. വലിയ വലിയ പ്ലാനും പദ്ധതിയൊക്കെ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പണിയെടുക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരെ കൊണ്ട് ജീവിക്കുക, അത് മാത്രമാണ് നമ്മുടെ അഭിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നവ്യാണ്. അപ്പൊ നവ്യ ഇങ്ങനെ ഇരിക്കുമ്പോ കോളിംഗ് ബെല്ല് വന്നടിക്കുക അഭി. എന്നിട്ട് വാതിൽ ചെന്ന് തുറന്നു വന്നിട്ട് പറഞ്ഞു, ഈ സമയത്ത് നീ വരികയാണെങ്കിൽ പുറത്ത് കിടക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്, അനന്തപുരിയിലെ പയ്യൻ പുറത്ത് കിടക്കാന്. എന്നിട്ട് അർഹതയില്ലാത്തവളെ പട്ടുമെത്തയില് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം അല്ലേ? ഞാനൊരു കാര്യം പറയാം അഭി, നീ കുടിച്ചിട്ടുണ്ടോ? വല്ലാത്ത മണം വരുന്നുണ്ടല്ലോ. സന്തോഷം കൂടുതലുള്ളപ്പോഴേ ഞാൻ കമ്പനി കൂടാറുണ്ട്. ഈ വീട്ടിലുള്ളവരെല്ലാം ഞാൻ വിളിച്ചുണർത്താം, എന്നിട്ട് നിന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ചെറുതായിട്ട് മദ്യപിക്കുന്ന. ചെറുതായിട്ടല്ല, നീ നന്നായിട്ട് മദ്യപിച്ചിട്ടാ ഇപ്പൊ വന്നേക്കുന്നത്. നീ എന്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെ എനിക്ക് മദ്യപിക്കാതിരിക്കാൻ പറ്റുന്നില്ല നവ്യെ. എനിക്ക് എന്നും മദ്യപിക്കാൻ തോന്നുവാ. മദ്യപിച്ചിട്ട് നീ ഇനി വീട്ടിൽ കയറരുത്. എനിക്കൊപ്പം നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോ, എന്നിട്ട് നീ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്ക്. ഓഹോ,
കൊള്ളാലോ, എന്റെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകാനോ? നിന്റെ വീടും നിന്റെ വീട് എന്ന് പറയാൻ ഇത് നിന്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ? ഈ വീട്ടിലെ മരുമോൾ എന്ന നിലയിൽ നിന്റെ ഒപ്പം തന്നെയുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് പറയാൻ പോവാ. ദൈവമേ, ദയവ് ചെയ്ത് നീ ആരോടും ഒന്നും പറയരുത്. അവിടെ നിൽക്കണേ. എന്റെ പൊന്നെ, നീ ഒരു മനുഷ്യരാകാൻ നോക്ക്. നീ ഒരു അച്ഛനാകാൻ പോവുക. അതിന്റെ പക്വതയെങ്കിലും നീ കാണിക്ക. എന്ത് പക്വത കാണിക്കണമെന്ന് നീ പറയുന്നേ? എനിക്ക് അങ്ങനെ പക്വത കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അച്ഛനാകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതെനിക്ക് വല്ലാത്ത കഷ്ടമാ തോന്നി. ചെറുപ്രായം നിനക്ക് 18 വയസ്സായില്ലേ? അതൊരു വയസ്സാണോ? ഹാ 40-40 വയസ്സ് കഴിഞ്ഞാൽ ഈ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അതുവരെ നിനക്ക് കണ്ണി കണ്ട പെൺകുട്ടികളൊക്കെ വഞ്ചിച്ച് നടക്കാലോ, പ്രേമിച്ച് നടക്കാലോ. എന്റെ പൊന്നു നവ്യ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. മദ്യത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, പെട്ടെന്ന് നമ്മളെ അങ്ങനെ ഉറക്കിക്കളയും. സത്യത്തിലെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഉറക്കക്കുറവുണ്ട്. ഒന്ന് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അതുകൊണ്ട് എന്റെ പൊന്നു മോൾ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അഭി നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ. നവ്യ കുറച്ച് വിഷമത്തോടൊക്കെ കൂടി അങ്ങനെ നിൽക്കുകയാണ്. കാരണം നവ്യക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം കേട്ടോ നമ്മുടെ ഈ ഒരു കഥയിൽ ദുരന്ത ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ നവ്യ മാത്രമാണ് ദുരന്ത ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. ഏതായാലും പിന്നെ നേരം പരപര വെളുക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജാനകി ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേവയാനി ഒരു ബാഗൊക്കെ തൂക്കി പിടിച്ച് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവയാനി പറഞ്ഞു, അതെ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അല്ല, അമ്പലത്തിൽ പോവാണോ എടുത്തി? അമ്പലത്തിൽ ഒന്ന് കയറണം, പിന്നെ ഒരു ഫ്രണ്ടിനെയും കാണാനുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നുവല്ലോ എന്നിങ്ങനെ പറയാ ജാനകി. അത് പിന്നെ ജാനകി, നീ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോലിക്ക് ആള് വേണ്ട. എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ പണിയൊക്കെ ചെയ്യുന്നത്. ഇന്നൊരു ദിവസമായി നീയും ജലജയും കൂടെ പാചകം ഏറ്റെടുക്കണം. ആയിക്കോട്ടെ എടുത്തി, കുഴപ്പമില്ല. അതെ, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇങ്ങെത്തും. ആ 2 മണിക്കൂർ അടുക്കള കയറിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ജലജ വരിക. ജലജ വന്നപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, രാവിലെ എവിടെയോ ചുറ്റാൻ പോവുക. എന്നെ അടുക്കളപ്പണിയൊക്കെ ഏൽപ്പിച്ചു. വാ, നമുക്ക് ഒരുമിച്ച് പോയി അടുക്കള പണി ചെയ്യാം. അല്ല, എവിടെ പോവാന്ന് പറഞ്ഞോ ജാനകി? ആർക്കറിയാം, ഇപ്പൊ പഴയ സ്വഭാവം അല്ലല്ലോ. എന്താ പറയുന്നത് പ്രവർത്തിക്കുന്നതെന്ന് പോലും അവർക്ക് നിശ്ചയമല്ല. പിന്നെ എങ്ങനെ പറയാനാ എന്നിങ്ങനെ പറയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അഭി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഒരു സ്ഥലത്ത്. അഭി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും അഭി ആണല്ലോ ഇതിന്റെയൊക്കെ എന്താ പറയുക, ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അഭി ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നു. അങ്ങോട്ടേക്ക് ഒരു ടാക്സി പിടിച്ചിട്ട് നമ്മുടെ ദേവയാനി വരികയാണ്. അങ്ങനെ ദേവയാനി വന്നിട്ട് ആ പെൺകുട്ടീനെ വിളിച്ചു പറഞ്ഞോ നമ്മൾ ഇന്ന് ചെല്ലൂന്ന്? അത് പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാലേ ചിലപ്പോ ഒരു വരണ്ടെന്നേ പറയത്തുള്ളൂ. അത് ശരിയാ. അതാ പറഞ്ഞത്, നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കയറി ചെന്നാ മതി. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ ആ കുട്ടിയുടെ വീട്ടിലേക്ക്? കുറച്ചുണ്ടമ്മായി, കുറച്ച് ദൂരം. പാവപ്പെട്ട ആൾക്കാരാ. പിന്നെ ഭയങ്കര അഭിമാനികളുവാ. ഇന്ന് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ കാണാൻ പറ്റുമോ? അയ്യോ, അതിന് അവൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അമ്മായി. കല്യാണം കഴിച്ചിട്ടില്ല ആ പെൺകുട്ടി. അല്ല, ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എന്നാണല്ലോ ആദർശും ജയേട്ടനും ഒക്കെ പറഞ്ഞത്. അവര് പറഞ്ഞതിലെ എന്തെങ്കിലും സത്യമുണ്ടോ അമ്മായി? അമ്മായിനെ പറ്റിക്കാൻ വേണ്ടിയല്ലേ പറയുന്നത്. അങ്ങനെ വല്ല സത്യം ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടീനെ കൊണ്ടുവന്ന് അമ്മായിനെ കാണിച്ചേനേലോ, അമ്മായിനെ മുന്നിൽ നിർത്തിനേലോ. ഇത് കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാ. അവള് ഈ സന്നദ്ധ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന പെൺകുട്ടിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് അമ്മായിനെ സഹായിക്കാൻ അവള് മനസ്സ് കാണിച്ചത് ഒരാവശ്യം വന്നപ്പം. അതിന് സത്യം പറഞ്ഞ 50 ലക്ഷം കൊടുത്താൽ പോരാ, കോടികളായിരുന്നു കൊടുക്കേണ്ടത്. ഏതായാലും ഇപ്പൊ അങ്ങനെ ഒരു സഹായം ചെയ്യാം മോനെ. പിന്നെ അവളുടെ കല്യാണം ആകുമ്പം നമുക്ക് അത് നല്ല രീതിയിലൊക്കെ നടത്തി കൊടുക്കാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ മനസ്സിൽ അങ്ങനെ വിചാരിക്കാണ് കേട്ടോ നമ്മുടെ അഭി. അയ്യോ, അങ്ങനെയാണെങ്കിൽ അവന്റെ കല്യാണമാന്ന് പറഞ്ഞ് കുറച്ച് നേരത്തെ പണം തട്ടായിരുന്നു. അപ്പം ജലജയല്ല ദേവയാനി ചോദിച്ചു, അല്ല എന്തു പറ്റി, എന്താ നീ സംശയത്തിന്റെ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നുമില്ല. അല്ല, 50 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ മേടിക്കുമെന്ന് അറിയില്ല. പിന്നെ കല്യാണത്തിനും കൂടെ സഹായിക്കാന്ന് പറയുമ്പോൾ അവൾ ഏത് രീതിയിൽ എടുക്കുമെന്നും അറിയത്തില്ല. നീ ആ പെൺകുട്ടീനെ കാണിച്ചു തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ആ പെൺകുട്ടീനെ കാണിച്ച് വന്നേ, വണ്ടി കയറിക്കേ എന്ന് പറഞ്ഞ് നമ്മുടെ അഭിനയം കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ പെൺകുട്ടീനെ കാണാന്. ഈ സമയത്ത് നമ്മുടെ അനന്തപുരി തറവാട് കാണിക്കാം കേട്ടോ. അപ്പൊ അജയനും ജയനും നമ്മുടെ നയനയും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ നയന ചോദിച്ചു, അല്ല അമ്മ വിളിക്കുകയോ മറ്റും ചെയ്തോ അച്ഛാ? ഇല്ലില്ല, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ആദർശ് ഇടയ്ക്ക് വിളിച്ച് ചോദിച്ചായിരുന്നു അമ്മ വിളിച്ചിരുന്നോ എന്ന്. അവനും വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നാ പറഞ്ഞത്. ഇതിപ്പോ അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ അജയൻ പറഞ്ഞു, ഏടത്തി നമ്മളോടെയൊക്കെ നാവിൽ നിന്ന് സത്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന നമ്മൾ കരുതി, പക്ഷേ ഇത് അതല്ല. രാവിലെ പോയിരിക്കുന്നത് ആ പെൺകുട്ടീനെ തിരക്കിയാണെന്ന് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ആ പെൺകുട്ടീനെ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കും.
ആരോ ആരോ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് മോളെ, അതാ എനിക്ക് ഒരു സംശയം എന്നിങ്ങനെ നമ്മുടെ ജയൻ പറയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷം നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു, കുറച്ച് ലേറ്റ് ആയി പോയി എണീക്കാൻ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇടാത്തത്. നമ്മൾ ഇതിന്റെ പുറകെ തന്നെ ഇപ്പൊ ആ വിശേഷവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.